السلام عليكم ورحمة الله وبركاته. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ثم إلى حضرة ولي الله الحافظ ممن الله هاجينا ورالله مرقد. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. يا ربي بالمصطفى
നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു സാലിഹായ വലിയ സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് സുഹൃത്തുക്കൾ ജീവിതത്തിൽ ചെയ്യാനും അത് പറയാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹു അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാർ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, സഹോദരന്മാർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു തീർക്കട്ടെ. നമ്മൾ പറയുന്ന ഇൽമുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമായി അല്ലാഹു നമ്മിൽ സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാർ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൻ്റെ തൊലിക്കുമുകൾ ജീവിക്കുന്ന നമ്മൾ ഏതൊരാളോട് ചോദിച്ചാലും അവർ പറയും, ഈ ദുനിയാവിൻ്റെ തൊലിക്കുമുകളിൽ ജീവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുക അത് സ്വർഗത്തിനാണ് എന്ന്. ആ സ്വർഗമാണ് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് ആ സ്വർഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് 1:45 നമ്മുടെ ലൈവ് പറഞ്ഞതായിരുന്നു. 1-2 ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് സമയത്ത് വേണ്ടതുപോലെ തുടങ്ങാൻ സാധിച്ചില്ല. അൽഹംദുലില്ലാഹ് ഇനി മുതൽ നമ്മുടെ ലൈവ് ഈ യൂട്യൂബ് ചാനലിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതുവരെ നമ്മൾ നസീഹ വിഷൻ ചാനലിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മുടെ ക്ലാസ് നടക്കുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചാനലിലായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പല മേഖലകളിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇൽമ് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മളെല്ലാവരും അതിനെ കരഗതമാക്കാൻ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഇന്ന് എങ്ങനെയൊക്കെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇൽമ് നമുക്ക് നേടിയെടുക്കാം, എങ്ങനെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതിൽ നമ്മളെല്ലാവരും വല്ലാതെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട്. നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ആ സാഹചര്യങ്ങൾ നമ്മൾ കയ്യിലെടുത്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ സംരംഭങ്ങളും അല്ലാഹു നമ്മിൽ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൻ്റെ തൊലിക്കുമുകളിൽ ജീവിക്കുന്ന നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വളരെയധികം നമുക്ക് മുമ്പിൽ എല്ലാ നന്മകൾക്കും സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇൽമിനെ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് കഴിയുന്നില്ല എന്നത് വളരെയധികം സത്യാവസ്ഥയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയിട്ട് ദുനിയാവിൻ്റെ തൊലിക്കുമുകളിൽ ജീവിക്കുമ്പോൾ നമ്മൾ പറയും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിജയിയാകണം, ഞാനാകണം ഒന്നാമൻ. അതേപോലെ തന്നെ നമ്മളെല്ലാവരും പറയും, മരിക്കുന്ന സമയത്ത് റബ്ബേ എനിക്ക് നല്ല മരണം വരണം, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നുൽ ഖാതിമത്ത് നൽകണം. സൂഉൽ ഖാതിമത്തിനെ തൊട്ട് നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കണം. ഇത് നമ്മളെല്ലാവരും പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. എന്നതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, ആ പടച്ച തമ്പുരാനെ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ, ഇവിടെ നിന്ന് മരണപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് നമ്മളങ്ങ് കടന്നു ചെന്നാൽ, ആ പടച്ച തമ്പുരാന്റെ പരലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചവരായിട്ട് നമുക്ക് മാറണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചവരായിട്ട് നമുക്ക് മാറണം. അത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ആശയമാണ്, നമ്മുടെ ആഗ്രഹമാണ്.
അനുഗ്രഹമാണ്. അതിനു വേണ്ടി നമ്മൾ സ്വതക്കകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്ന നന്മകൾ മുഴുവൻ ദുനിയാവിന്റെ തൊലിക്കുമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ നമ്മൾ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പടച്ച തമ്പുരാനെ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പരലോകത്തെ രക്ഷപ്പെടാൻ, ആ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് കടന്നു വരാൻ, അല്ലാഹുവേ പടച്ചുറപ്പേ എല്ലാവരും പേടിക്കുന്ന പരലോകമുണ്ടല്ലോ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകൾ തങ്ങ് മരണപ്പെട്ടൊരു മനുഷ്യനെ കടന്നു ചെന്നാൽ അല്ലാഹുവേ ചെമ്പിന്റെ തറയാണ്, അതിനകത്ത് ഇങ്ങനെ അതിന്റെ അടിയിൽ ഇങ്ങനെ തീ ഇങ്ങനെ വല്ലാതെ കത്തിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ തറയുടെ മുകളിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. നമ്മുടെ വീട്ടിനകത്ത് തീക്കകത്തേക്ക് ഒരു പാത്രം അങ്ങ് എടുത്തു വെച്ചാൽ ആ പാത്രത്തിനെ എങ്ങനെയാണ് ഉമ്മ നമുക്ക് തൊടാൻ കഴിയുന്നത്? ഒരു ചെമ്പ് എടുത്തു വെച്ചാൽ, ഒരു പാത്രം വെച്ചാൽ ചൂട് കൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ അതിന്മേ തൊടാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് മഹ്ശറ എന്ന് പറയുന്ന വൻസഭ. അവിടെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്, ചെമ്പിന്റെ തറയാണുള്ളത്, അതിന്റെ അടിയിൽ ഇങ്ങനെ തീ ഇങ്ങനെ ആണി കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പടച്ചുറപ്പേ അതിന്റെ മുകളിലാണ് നമ്മൾ കയറി നിൽക്കുന്നത്. ഒരു ചാണകല ഇങ്ങനെ സൂര്യനിങ്ങനെ കത്തി ജ്വലിക്കുകയാണ് ഉമ്മ. പടച്ചുറപ്പേ നരകത്തെ 70,000 മലക്കുകളോ, 70,000 കുണത്തുകളിലോ, 70,000 ചങ്ങലകളിലോ അല്ലാഹുവേ മലക്കുകൾ കെട്ടിവലിച്ചു കൊണ്ടുവരുന്ന രംഗമാണല്ലോ. അങ്ങനെയൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോകുന്ന വല്ലാത്തൊരു രംഗമാണ് മഹ്ശറ എന്ന് പറയുന്നത്. ആ മഹ്ശറയിൽ നമുക്ക് രക്ഷപ്പെടണോ ഉമ്മ? ആ മഹ്ശറ എന്ന് പറയുന്ന വനസഭയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് നമ്മൾ എത്തണം. അവിടെ നമുക്ക് വിജയിക്കേണ്ടതില്ല. പടച്ചുറപ്പേ ഖബറിൽ നിന്നിട്ട് ചില ആളുകൾ എണീറ്റ് വരുന്ന രംഗം വല്ലാത്ത മോശമാണല്ലോ. ഖബറിൽ നിന്നിട്ട് ചില ആളുകൾ കടന്നു വരുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹ്, ചില ആളുകൾ കുഷ്ഠരോഗികളെ പോലെയാണ്. ചില ആളുകൾ പടച്ചുറപ്പേ ഉഹദ് മലയോളം പിന്താരവുമായി കടന്നു വരുന്നവര്, അവർ പിന്താരത്തിലും പിന്താരത്തിലും കൊടികുത്തി വെച്ചവരെ പോലെ. അല്ലാഹുവേ, ചില ആളുകളോ നായുടെ കോലത്തിലാണ്, ചില ആളുകൾ പന്നിയുടെ കോലത്തിലാണ് കടന്നു വരുന്നത്. ഇങ്ങനെയൊക്കെ പടച്ച തമ്പുരാന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന വിഭാഗമുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ചില വിഭാഗങ്ങളുണ്ട്. ചില ആളുകൾ അട്ടഹസിക്കുകയോ, ചില ആളുകൾ അവിടെ നിന്ന് പടച്ച തമ്പുരാനെ സ്വന്തം ശരീരം ഇങ്ങനെ മാന്തി പൊളിക്കുകയാണ്. ചില ആളുകൾ പടച്ചുറപ്പേ വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണല്ലോ. ശരീരത്തിനോട് ചീഞ്ചലം ഇങ്ങനെ ഒലിക്കുന്ന വിഭാഗം നാളെ മഹ്ശറിലേക്ക് വരാനുണ്ട് ഉമ്മ. എന്നാ മുഖം പ്രകാശിച്ചുകൊണ്ട്, മുഖം ഇങ്ങനെ വല്ലാതെ പ്രകാശിച്ചുകൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു കൊണ്ടുവരുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ പടച്ചുറപ്പേ മഹ്ശറിലേക്ക് പടച്ചു തമ്പുരാനെ മനുഷ്യരെ കൊണ്ടുവരുമ്പോൾ അല്ലാഹുവേ ചില ആളുകളെ വല്ലാതെ പ്രയാസത്തിലും ചിലവരെ സന്തോഷത്തിലുമായി മാറുമ്പോൾ അവിടെ വിജയിക്കാൻ കഴിയുന്നവരെ കുറിച്ചിട്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ആ പടച്ച തമ്പുരാന്റെ മഹ്ശറയിലോ ഏറ്റവും കൂടുതൽ വിജയിച്ച ആളുകളെ കുറിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പടച്ചുറപ്പേ അവിടെ നിന്നും പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തബാല അഖദം ബിമ്മൻ യുതീഉല്ലാഹ്.
ഒരു മനുഷ്യനോടും നീ ദേഷ്യം വെച്ച് പോകരുതടാ. ഒരു മനുഷ്യനോടും നിന്റെ ജീവിതത്തിൽ നീ ദേഷ്യം വെക്കരുത്. ഒരാളോടും നീ അനുസരണക്കേട് കാണിക്കരുത്. പടച്ചറബ്ബേ, ഒരാളോടും നീ അനുസരണക്കേട് കാണിക്കരുത്. ഒരാളോടും നീ അനുസരണക്കേട് കാണിക്കരുത്. പടച്ച തമ്പുരാനോട് നീ അനുസരണക്കേട് കാണിക്കരുത്. അല്ലാഹ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് നീ ഒരിക്കലും തന്നെ തെറ്റ് ചെയ്യരുത്. നിനക്ക് പൂർണ്ണമായും നിനക്ക് ശുദ്ധിയുള്ളവനാകാൻ കഴിയില്ല. നിനക്ക് പൂർണ്ണമായിട്ടും നിനക്ക് ഏറ്റവും വലിയ മുത്തഖിയാകാൻ നിന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ അല്ലാഹുവേ, നിനക്ക് കഴിയുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിൽ നീ പാകപ്പെടുത്തണടോ. നിന്റെ ജീവിതത്തിൽ നീ സന്തോഷം കൊടുക്കണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അവിടുന്ന് പറയുകയാണ്, യാ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇയ്യാക വൽ ഗളബ ഫഇന്നൽ ഗളബ യുഫ്സിദുൽ ഈമാൻ കമാ യുഫ്സിദുസ് സബൽ അസ്റ. കോപത്തെ നീ സൂക്ഷിക്കണേ മുആവിയ. കാരണം എന്താണെന്നറിയോ? തീർച്ചയായിട്ടും കയ്പുള്ള ഒരു തരം മരത്തിന്റെ നീര് പടച്ചറപ്പേ തേനിനെ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, തേനിനെ എങ്ങനെയാണോ നശിപ്പിച്ചു കളയുന്നത്, അതുപോലെ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈമാനുണ്ടല്ലോ, ആ ഈമാനിനെ നശിപ്പിച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ചിട്ടാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. ആരെന്നറിയോ? ആരാണ് ദേശത്തെ ഒതുക്കി നിർത്തുന്നവരോ? നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നപ്പോൾ രക്ഷപ്പെടുന്ന വിഭാഗമാണല്ലോ. ദേശത്തെ ആരാണ് പിടിച്ചു വെക്കുന്നത്? തന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും അസൂയ വന്നാൽ, ആരോടെങ്കിലും ദേഷ്യം വന്നാൽ, ആരോടെങ്കിലും വെറുപ്പ് വന്നാൽ, ഉമ്മാത് നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ കളയണേ. കാരണം എന്തെന്നറിയോ? നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നിങ്ങൾ പരാജിതരാണ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പരാജിതരാണ്. മാത്രമല്ല, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നൊരു ഈമാനുണ്ടല്ലോ, ആ ഈമാനിനെ പൊളിച്ചു കളയാൻ, ആ ഈമാനിനെ പൊളിച്ചു കളയാൻ ദേശത്തിന് കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയാൻ, അല്ലാഹുവേ, നീ നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും തന്നെ അനുസരിക്കുന്നവരോട്, അല്ലാഹുവിനെ അനുസരിക്കുന്ന ആളുകളോട് നീ ദേഷ്യം വെക്കരുത്. നിന്റെ ദേഷ്യം വെക്കരുത്, നീ വെറുപ്പ് കാണിക്കരുത്. നിന്റെ ജീവിതത്തിൽ ഒരു അടിമയോട് നീ വെറുപ്പ് കാണിക്കരുത്, ദേഷ്യം വെക്കരുത്. അങ്ങനെ നീ ദേഷ്യം വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് നീ വെറുപ്പും വിദ്വേഷവും ദേഷ്യം വെച്ചിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നീ കോപത്തെ സൂക്ഷിക്കണം. കാരണം നിശ്ചയമായിട്ടും ആ കോപം ഒരു കയ്പുള്ള മരത്തിന്റെ നീര്, ആ കയ്പുള്ള നീര് തേനിലേക്ക് ഒഴിച്ചാൽ ആ തേനിനെ എത്രത്തോളം ദുഷിപ്പിക്കുമോ, മോശമാക്കുമോ, അതുപോലെ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈമാനുണ്ടല്ലോ, ആ ഈമാനിനെ അത് നശിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അതിൻ്റെ അവസ്ഥ. അല്ലാഹുവേ, നമ്മളെല്ലാവരും എത്രയാ നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ള ഈമാൻ എന്താ അല്ലേ? ഒരു പൂർണ്ണമായ ഈമാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയോ? പിന്നെ മറ്റുള്ളവർ ദേഷ്യം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലതും എടുത്ത് കളയിലെ പടച്ചോനെ. അതുകൊണ്ട് ഒരാളോടും ദേഷ്യം വെക്കണ്ട, ഒരാളോടും വെറുപ്പ് വെക്കണ്ട. അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമ്മുടെ സ്വഭാവമാകേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വകുന റഹീമൻ ലിൽ ആമത്തി വൽ ഖാസ.
ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ ഓരോ അടിമയോടും നീ കരുണയുള്ളവനാകണം. നിന്റെ ജീവിതത്തിൽ നീ കരുണയുള്ളവനാകണം. ഉമ്മ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അവന്റെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും പടച്ച റബ്ബേ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഇരുന്നു കൊണ്ട് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമല്ലോ. അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമല്ലോ. അവന്റെ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തട്ടിക്കളയില്ലല്ലോ. അതിന് ഒന്നാമതായിട്ട് കാണാം യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ്. ഓരോ അസ്മാകളെന്ന് എടുത്തു നോക്ക, എന്നിട്ടതിന്റെ അർത്ഥമൊന്ന് പഠിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വഭാവങ്ങളാണ് അതിലൂടെ പറയുന്നത്. ആ പടച്ച തമ്പുരാന്റെ നന്മകളാണ് അതിലൂടെ പറയുന്നത്. അങ്ങനെ 99 നാമങ്ങൾ നമുക്ക് കാണുമല്ലോ. അല്ലാഹ് എന്ന് കൂട്ടിയാൽ അതിന് 100 തികഞ്ഞതായിട്ട് നമുക്ക് കാണാമല്ലോ. അങ്ങനെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പഠിച്ചാൽ, അതിന്റെ മഹത്വം നിങ്ങളങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ പടച്ച തമ്പുരാനെ ഒരിക്കലും തന്നെ നമുക്കത് തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. അത്രത്തോളം മഹത്വമാണ് അസ്മാഉൽ ഹുസ്നക്ക്, അത്രത്തോളം അനുഗ്രഹമാണ് അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവേ അതിന് റഹീമുണ്ട്, റഹ്മാനുണ്ട്, അല്ലാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, ആ അനുഗ്രഹങ്ങളായ വിശേഷണങ്ങൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ പറയുന്ന എനിക്ക് കഴിയണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വാപ്പമാർക്ക് കഴിയണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കഴിയണമല്ലോ. അല്ലാഹുവേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എല്ലാവരോടും കരുണയുള്ളവനാകോ, നിന്റെ ഹൃദയത്തിൽ കരുണയുള്ളവനാകോ. എങ്കിലേ നിനക്ക് വിജയിക്കാൻ കഴിയോ, എന്തിനെ നിനക്ക് വിജയിക്കാൻ കഴിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ മനസ്സിനകത്തും അല്ലാഹു കാരുണ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്വഹാബത്തിന്റെ മനസ്സിലും അല്ലാഹു കാരുണ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് കടന്നുപോയത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവനുണ്ടാക്കിയിട്ടില്ലെങ്കിൽ, അല്ലാഹുവേ കരുണയില്ലാത്ത ഹൃദയമായാൽ എടാ സഹജീവികളോട് കരുണ വേണേ, തന്റെ കൂടപ്പിറപ്പുകളോട് കരുണ വേണേ, തന്റെ ബാപ്പയോടും ഉമ്മയോടും കരുണ വേണേ, തന്റെ കൂട്ടുകാരോട് കരുണ വേണേ. അവരുടെ വേദനകൾ തന്റെ വേദനയായിട്ട് കാണാൻ കഴിയണേ, തന്റെ അയൽവാസിയുടെ സങ്കടങ്ങൾ തന്റെ സങ്കടമായിട്ട് കാണാൻ കഴിയണേ. അങ്ങനെ കരുണയുള്ളവനാകണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നിസാര കാര്യത്തിന്റെ പേരിലോ ബാപ്പയോട് പിണക്കമാണല്ലോ, ഉമ്മയോടും പിണക്കമാണല്ലോ, കൂട്ടുകാരോടും കൂടപ്പിറപ്പുകളോടും എല്ലാവരോടും പിണങ്ങിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ നമ്മൾ വഴിയെ കഴിയുമ്പോ പടച്ചുറമ്പേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. വലാ തഖത റഹിമക വ ഇൻ ഖതഅക, കുടുംബബന്ധം മുറിക്കല്ലേ, കുടുംബബന്ധം മുറിക്കല്ലേ. അവരെ ഇങ്ങോട്ട് നമ്മോട് ബന്ധം മുറിച്ചാലും അവരോട് പോയിട്ട് നീ അങ്ങോട്ട് സലാം പറയണേ, അവരോട് അങ്ങോട്ട് പോയിട്ട് നല്ല വാക്കുകൾ പറയണേ. അങ്ങനെ നിന്റെ കുടുംബ ബന്ധത്തെ നീ ചേർക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് നിന്റെ കുടുംബത്തോട് മാത്രമല്ല, അത് നിന്റെ കുടുംബത്തോട് മാത്രമല്ല, നിന്റെ കൂട്ടുകാരനും നിന്നോട് ഇങ്ങോട്ട് പിണങ്ങിയാൽ അവനോട് പോയിട്ട് നീ സലാം പറഞ്ഞു, അവനോട് പോയിട്ട് നീ നല്ല വാക്കുകൾ പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ തരുമല്ലോ. നിന്റെ കൂട്ടുകാരും നിന്റെ അയൽവാസികളും നിന്റെ സഹോദരങ്ങളും പറയും, അവൻ
നിന്നോട് പിണക്കമല്ലേ, അവൻ നിന്നോട് മിണ്ടുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ പോയിട്ട് അവനോട് സംസാരിക്കുന്നത്? അവനോട് എന്തിനാണ് മിണ്ടുന്നത്? അല്ലാഹുവേ, നിനക്കെന്ത് പറ്റിയടോ? നിനക്ക് എന്താണ് സംഭവിച്ചത്? അവൻ നിന്നെ ഇത്രത്തോളം വശനാക്കിയിട്ടും നിന്നെ അവഹേളിച്ചിട്ടും നിന്നെ കുറ്റം പറഞ്ഞിട്ട് പോലും നിന്നോട് മൈൻഡ് ചെയ്യാതെ നടന്നു പോയിട്ട് നീ എന്തിനാണ് നീ അവനോട് സംസാരിക്കാൻ പോകുന്നത്, അവനോട് മിണ്ടാൻ പോകുന്നത് എന്ന് നിന്നോട് മറ്റുള്ളവർ പറയുമല്ലോ. നിനക്ക് പടച്ച തമ്പുരാന് പറഞ്ഞ കാര്യം എന്തെന്നറിയോ? അങ്ങനെ പ്രവർത്തിക്കുന്നവരോട് ഇങ്ങോട്ട് കുടുംബ ബന്ധവും സ്നേഹം ബന്ധവും മുറിച്ചിട്ട് അല്ലാഹുവേ പടച്ച തമ്പുരാനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മൈൻഡ് ചെയ്യാതെ നിന്നെ കുറ്റം പറഞ്ഞ് കളിയാക്കി നടക്കുന്നവനോട് നീ തിരിച്ചു ചെന്നിട്ട് സലാം പറഞ്ഞാൽ, അവനോട് നീ എന്ന് സംസാരിച്ചാൽ, അവനോടുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്താ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ وتجاوز عمن ظلمك تكون رفيق الأنبياء والشهداء. ഇങ്ങോട്ട് അക്രമം കാണിച്ചവരോട് നീ മാപ്പ് കൊടുത്താൽ, അവരോട് പോയിട്ട് നീ സലാം പറഞ്ഞിട്ട് മുണ്ടിക്കഴിഞ്ഞാൽ, അല്ലാഹു നിന്നെ ആരുടെ കൂടെയാണ് ചേർക്കുന്നതെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്റെ കൂട്ടുകാർ ആരാണെന്നറിയോ? അൽ-അംബിയാ വശുഹദാ. അല്ലാഹുവിന്റെ അമ്പിയാക്കളായ ആളുകൾ പടച്ചുറപ്പേ ശുഹദാക്കൾ നിന്റെ കൂട്ടുകാരാണ്. അവരോട് കൂടെ നീ സ്വർഗത്തിലാണ്, അവരോട് കൂടെ നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പഠിപ്പിക്കാൻ എന്താ പറഞ്ഞ്? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നീ ജീവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ നിന്നോട് പിണക്കം, നിന്റെ ബാപ്പ നിന്നോട് ചില കാര്യങ്ങളെ കൊണ്ട് പിണക്കം, നിന്റെ സഹോദരങ്ങൾ നിന്നോട് പിണക്കം, നിന്റെ കൂട്ടുകാരും എല്ലാവരും നിന്നോട് പിണക്കം, നിന്റെ കൂടപ്പിറപ്പുകൾ നിന്നോട് പിണക്കം. പടച്ചുറപ്പേ, നീ അവനോട് പോയിട്ട് മിണ്ടി, അവരെടുത്ത് പോയിട്ട് സലാം പറഞ്ഞു. നിന്നെ കളിയാക്കുന്നവരാണ്, കുറ്റപ്പെടുത്തുന്നവരാണ്, നിന്നെ എല്ലാവിധ തെറ്റുകളിലേക്കും നിന്നെ കുറിച്ച് എല്ലാ മോശത്തരങ്ങളും പറഞ്ഞു നടക്കുന്നവരാണ്. അവരെടുത്ത് പോയിട്ട് നീ നന്മയിൽ സംസാരിച്ചാൽ, നീ ആ ഒരു ബന്ധത്തെ വീണ്ടും ചേർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ നിനക്ക് അമ്പിയാക്കളുടെ കൂട്ടുകാരനാണ് നീ. നിന്റെ കൂട്ടുകാരാരാ? അമ്പിയാക്കളാണ്, ശുഹദാക്കളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. നമുക്ക് അമ്പിയാക്കളുടെ കൂട്ടുകാരാവണ്ടേ? നമുക്ക് അമ്പിയാക്കളുടെ കൂട്ടുകാരനാകണ്ടേ? ശുഹദാക്കളുടെ കൂട്ടുകാരനാകണ്ടേ? നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വലിയ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. വേണ്ടേ? അല്ലാഹു നമുക്ക് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് വിജയിക്കണം അല്ലേ? അതിന് വേണ്ടത് എന്താ? കുടുംബ ബന്ധം ചേർക്കാം. ഒരാളോടും വെറുപ്പ് വെക്കാതെ ഹൃദയം നമ്മൾ നന്നാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമില്ലേ? അല്ലേ? എനിക്കും ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാനും ആ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാനും ആ റസൂലുള്ളാഹിനെ ഒന്ന് കൂട്ടപ്പിടിക്കാനും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് എന്താണ് അതിന്റെ വഴി? ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഒരു ചരിത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞ് ഒന്ന് ഉറക്കെ ആമീൻ പറയാം. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മഹാനായ അബൂബക്കർ മുജാഹിദുൽ മുഖ്രി റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശിബിൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ശിബിൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ ശിബിൽ റളിയല്ലാഹു തആല അൻഹു കാണുന്നവർക്ക് അതൊരു ഭ്രാന്തനായിരുന്നു. ശിബിൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അറിയുന്നവരാണ്, കേൾക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഓരോ ക്ലാസ്സുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് മഹാന്മാരെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച നടത്താം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ഈ മജ്ലിസിന്റെ ഒക്കെ വിജയം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ചില കാരണങ്ങളാൽ നമ്മുടെ മജ്ലിസ് ചില ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് വേണ്ട രൂപത്തിൽ ചിലപ്പോൾ നടത്താൻ കഴിയാറില്ല. അൽഹംദുലില്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ് കഴിയുന്ന അവസരങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ലിങ്ക് കാണുമ്പോൾ അതിലേക്ക് വന്ന് ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അബൂബക്കറിന് മുജാഹിദിൽ മുഖിരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ശിബിലി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ നിൽക്കുമ്പോൾ മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു ചാടി അവിടെ നിന്ന് എണീറ്റിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. അവിടുന്ന് വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഭക്ഷണം കൊടുത്തു, അവിടുന്ന് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുത്തു, അവിടുന്ന് വേണ്ടതായിട്ടില്ല എല്ലാ കാര്യങ്ങളും മഹാനവറുകൾ അവിടുന്ന് ചെയ്തു കൊടുത്തു. രണ്ടും അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആളുകളാണ്. അങ്ങനെ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുന്നു, നന്മകൾ ചെയ്യുന്നു. ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ നെറ്റിക്കിടയിലായിട്ട് ഇവിടെയായിട്ട് മഹാനവറുകൾ ഒന്ന് ചുംബിക്കുകയും ചെയ്തു. എന്നിട്ട് ശിബിലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും പിൻപറ്റിക്കൊണ്ട് അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പോയി. ആ സമയത്ത് മുജാഹിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, മഹാനവറുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഞങ്ങളെല്ലാവരും ഭ്രാന്തനെന്ന പോലെ കാണുന്ന ശിബിലിയെ എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? എന്താണ് ശിബിലിയുടെ ജീവിതത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ശിഷ്യന്മാരെ, ഒരു ദിവസം ഞാൻ അല്ലാഹുവേ ഇങ്ങനെ തന്റെ വീട്ടിനകത്ത് കടന്നിറങ്ങുമ്പോ അല്ലാഹുവേ സ്വപ്നത്തിലൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കാണുകയാണ്. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടപ്പോ പടച്ചുറപ്പെ അവിടുന്ന് ശിബിലി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ നെറ്റിക്കിടയിലായിട്ട് അവസാനം അവിടുന്ന് ചുംബിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ അവിടുന്ന് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിലെ ഭ്രാന്തനെ പോലെ കാണുന്ന ശിബിലി, എല്ലാവരും കല്ലെടുത്തെറിയുന്ന ശിബിലി, പടച്ചുറപ്പെ ബഗ്ദാദിന്റെ മണ്ണിലൂടെ കടന്നു വന്ന കുട്ടികൾ മുഴുവനും പറയും അത്ര ശിബിലി അതാ കടന്നു വരുന്നു, അവനൊരു ഭ്രാന്തനാണ്. അല്ലാഹുവേ, ഒരു മാങ്ങയ്ക്ക് കല്ലെടുത്തെറിയുന്നത് പോലെ പിഞ്ചുമക്കളെ മുഴുവനും ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ കല്ലെടുത്തെറിഞ്ഞിട്ട് ആട്ടുകയാണ്. പടച്ചുറപ്പെ അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലാഹുവേ, ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനെ ഈ സമൂഹത്തിൽ അത്രയ്ക്ക് വിലയുള്ള നബിയെ, അത്രയ്ക്ക് ജനങ്ങൾ വില കൊടുത്തിട്ടുള്ള നബിയെ, എന്താണ് ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം എന്ന് പഠിപ്പിച്ചു തരുമോ എന്നവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൊരു ആയത്തുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൊരു സൂറത്തുണ്ട്, ആ സൂറത്തിലൊരു മഹത്വമായ ആയത്തുണ്ട്. ആ ആയത്ത് എല്ലാ ദിവസവും പ്രിയമുള്ളവരെ ശിബിലി റളിയല്ലാഹു തആല അൻഹു നമസ്കാര ശേഷം അവിടുന്ന് പാരായണം ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്ര അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രത്തോളം ശിബിലി റളിയല്ലാഹു തആല അൻഹുവിന് ബഹുമതി കൊടുത്തത്, ഇത്രത്തോളം ആദരവ് കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വന്നുകൊണ്ട് അവിടെ നിന്നും പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുംബനം ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ ആഗ്രഹമുണ്ടോ? റസൂലുള്ളാഹിന്റെ സ്നേഹം പിൻപറ്റാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയുണ്ടല്ലോ, പടച്ചറബ്ബേ ബിസ്മില്ലാത്ത സൂറത്താണല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ പരിശുദ്ധമായ സൂറത്തുകളും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അഊദു മാത്രം പറഞ്ഞുകൊണ്ട്, അഊദു മാത്രം ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ ഓതപ്പെടുന്ന സൂറത്ത്, ആ സൂറത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാമല്ലോ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കോ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, പടച്ച തമ്പുരാനെ, ഈ ആയത്ത് എല്ലാ ഫർള് നമസ്കാര ശേഷവും ശിബിർ റളിയല്ലാഹു തആല ജീവിതത്തിൽ പകർത്തുന്നവരാണ്, ജീവിതത്തെ ഓതുന്നവരാണ്, ജീവിതത്തിൽ എന്നും അവിടുന്ന് നിലനിർത്തുന്നവരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമില്ല, ആ റസൂലുള്ളാഹിന്റെ സ്നേഹം പിൻപറ്റാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് പതിവാക്കിക്കോ. അല്ലാഹുവേ, പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവിടുത്തെ പിൻപറ്റാൻ, അവിടുത്തെ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യന്മാർക്ക് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തന്റെ ശിഷ്യന്മാരോട് അവിടുന്ന് പറയുന്നു, മഹാനായ ശിബിൽ റളിയല്ലാഹു തആല അൻഹുവിന് ഇത്രത്തോളം മഹത്വം ലഭിക്കാനുള്ള കാരണം ഈ ഒരു ആയത്ത്, പരിശുദ്ധമായ സൂറത്ത് തൗബയിലെ ഈ ആയത്ത് അവിടുന്ന് നിരന്തരമായിട്ട് ഫർള് നമസ്കാര ശേഷം ശിബിൽ റളിയല്ലാഹു തആല അൻഹു പാരായണം ചെയ്യാറുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവരുടെ സ്വപ്നത്തിലൂടെ കടന്നു വന്നിട്ട് എൻ്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എല്ലാവർക്കും റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമില്ല അല്ലേ? റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? ആരെങ്കിലും ഉണ്ടോ? ആരുണ്ടാകൂല. ഹൃദയത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുത്തൊരു മനുഷ്യനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാവില്ല. കാരണം എന്താ? ലോകത്തിന്റെ നായകനെ പഠിച്ചോനെ. എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇന്ന് മദീനയിലാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ചാരത്താണെന്ന് പറഞ്ഞപ്പോൾ പഠിച്ചോനെ വല്ലാത്തൊരു കുളിര് കയറുന്ന കണ്ട്, വല്ലാത്തൊരു കുളിര് കയറുന്ന കണ്ട് പഠിച്ചോനെ, ആ റസൂലുള്ളാഹിന്റെ ചാരത്താണ് എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ വല്ലാത്തൊരു സന്തോഷം തോന്നുക, ആ റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹം തോന്നുക. അല്ലാഹുവേ പഠിച്ചോനെ, എത്രയും പെട്ടെന്ന് ആ പരിശുദ്ധമായ ഗേഹത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണേ റബ്ബേ. പോകുന്നവർക്ക് ഇനിയും അവിടേക്ക് എത്താനും പോയവർക്ക് ഇനിയും അവിടേക്ക് എത്താനും പഠിച്ച റബ്ബേ, ഒരു നോക്ക് കാണാനെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലാഹുവേ പഠിച്ചോനെ അവിടേക്ക് എത്താൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പടച്ച തമ്പുരാന്റെ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എൻ്റെ മഹല്ലത്തിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോയി, കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു തആല ഹജ്ജ് പരിശുദ്ധമായ ഉംറ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, എൻ്റെ അടുത്ത് പറയണം, ഉസ്താദേ, ഞാൻ എത്രത്തോളം റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ, ആ ആഗ്രഹിച്ചിടത്തേക്കൊക്കെ ആ സമയത്തൊക്കെ പടച്ച തമ്പുരാൻ എന്നെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, ഉസ്താദേ, ആഗ്രഹിച്ചോളി. ആഗ്രഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അങ്ങോട്ട് എത്തിക്കും. അങ്ങനെയാണ് അല്ലാഹു തആല നമ്മളെ എത്തിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഹൃദയത്തിൽ ആഗ്രഹിക്കുക, ആ റസൂലുള്ളാഹിനെ കാണാം. അപ്പോൾ റസൂലുള്ളാഹി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു നോട്ടം നോക്കും. റസൂലുള്ളാഹിനെ കാണാൻ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചാൽ ആ റസൂലുള്ളാഹി ഇങ്ങനെ ആഗ്രഹിക്കും, പടച്ചോനെ, എൻ്റെ അടിമ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, എൻ്റെ ഹബീബ്, എൻ്റെ ഒരു മെഹബൂബത എന്നെ ഇഷ്ടപ്പെടുന്നു അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ എന്നെ ഇഷ്ടപ്പെടുന്നു
ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവേ, ഏത് ദിക്കിലാണെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് ആ റസൂലുള്ളാഹി നോക്കും. അല്ലാഹു തആല നമുക്ക് ആ നോട്ടം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ആ നോട്ടം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരും. അല്ലാഹു കാണിച്ചു തരട്ടെ. അല്ലാഹു നമുക്ക് കാണിച്ചു തരട്ടെ. ആദ്യം പറയുന്നത് എൻ്റെ നഫ്സിനോടാണ്, പിന്നെയാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടൂല. അല്ലാഹു തആല ഒരിക്കലും തട്ടാത്ത ഒരു പ്രാർത്ഥന. നമ്മളെല്ലാവരും പടച്ച റബ്ബിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുന്നു. പക്ഷെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ, അതിന് ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ഖൈറിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടൂല. ഏത് പ്രാർത്ഥനയാണ്? എൻ്റെ പ്രിയമുള്ളവരെ, ഞാനൊരു പ്രാർത്ഥനയെ കുറിച്ചിട്ട് പറഞ്ഞു തരാം. ആ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരിക്കലും തന്നെ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ലല്ലോ. ഏത് പ്രാർത്ഥനയാണെന്നറിയോ? ഏത് പ്രാർത്ഥനയാണെന്നറിയോ? അല്ലാഹുവേ, ഒരു മാതാപിതാക്കള്, ഒരു വാപ്പയും ഉമ്മയും ഇരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ, തന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, അത് നന്മക്കാകട്ടെ, അത് തിന്മക്കാകട്ടെ, അല്ലാഹുവേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന തട്ടിക്കളയില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് പറയട്ടെ, എന്തെങ്കിലും ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചതിന്റെ പേരിലോ ചെറിയൊരു തെറ്റ് ചെയ്തതിന്റെ പേരിലോ മക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്ന എത്രയോ വാപ്പമാരുണ്ടെന്നറിയോ? എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ? നീ ഒരിക്കലും നന്നാകൂലടാ, നീ ഒരിക്കലും നന്നാകൂലടാ, നീ ഒരിക്കലും തന്നെ ഗുണം പിടിക്കില്ല എന്ന് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ടോ? എത്രയോ പാപ്പമാരുണ്ട്. പറയല്ല ഉമ്മ, പറയല്ല വാപ്പ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ലല്ലോ. നിങ്ങളുടെ മക്കൾക്ക് എതിരായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹുവേ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു ഒരിക്കലും തന്നെ തട്ടിക്കളയൂല. മക്കളുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്ല വാപ്പ, അങ്ങനെ ചിന്തിക്കല്ല ഉമ്മ. അങ്ങനെ എങ്ങാനും നമ്മൾ ചിന്തിച്ചാൽ, അങ്ങനെ എങ്ങാനും നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഉടനെ അല്ലാഹു തആല കബൂലാക്കുമല്ലോ. അതുകൊണ്ട് വേണ്ട, നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ തന്നെ കിടന്നിട്ട് നരകിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുമല്ലോ. മരിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ മുമ്പിൽ കിടന്നിട്ടോ രോഗം കൊണ്ടോ കടങ്ങളെ കൊണ്ടോ മാനസികമായ പ്രയാസങ്ങളെ കൊണ്ടോ പടച്ചുറപ്പേ നമ്മുടെ മക്കൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കിടന്നിട്ട് നരകിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുമല്ലോ. പിന്നെ എവിടെ പോയിട്ട് നമ്മൾ കഴുകി ശുദ്ധിയാക്കിയാൽ നമ്മുടെ മക്കൾക്ക് അതിൽ നിന്ന് നമുക്ക് മോചനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ പ്രാർത്ഥിക്കല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കൾ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും, നിങ്ങളുടെ മക്കൾ എന്ത് തന്നെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തോ. അല്ലാഹുവേ, എൻ്റെ പൊന്നുമോനെ നീ നന്നാക്കണേ അല്ലാ, എൻ്റെ പൊന്നുമോളെ നീ നന്നാക്കണേ അല്ലാ എന്നവിടുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമല്ലോ. നിന്റെ പൊന്നുമോൾക്ക്, നിന്റെ പൊന്നുമോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ കൊടുക്കുമല്ലോ. ചില ഉമ്മമാരുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. നിന്റെ മക്കൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് നീ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം ഉംറയുടെ അമീറായി പോകുന്ന ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഉസ്താദേ, ഞാൻ ഉംറയ്ക്ക് വരുന്നത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്.
ഞാൻ ഉംറക്ക് വരുന്നത് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചോനെ ഉസ്താദിന്റെ അടുത്ത് നിന്നിട്ട് പറയാണത്രേ, എൻ്റെ മകൻ ആ മകന് ആ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. എൻ്റെ മകനൊന്ന് വല്ലാതെ പ്രയാസപ്പെടുത്താണ്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്താണ്, എന്നെ വല്ലാതെ വേദനിപ്പിക്കാൻ, വീട്ടിൽ എന്നെ അടിക്കാണ്, എന്നെ തൊഴിക്കാണ്. എൻ്റെ മകൻ എൻ്റെ വീടും പറമ്പും ഒക്കെ കൈക്കലാക്കാൻ വേണ്ടി നോക്കുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഉംറക്ക് വരുമ്പോൾ എൻ്റെ മകൻ നശിക്കണമെന്നും കൂടെ എൻ്റെ മനസ്സിനകത്തൊരു മുറാദുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് ചോദിച്ചു അത്രേ, എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, ആ ഒരു കാര്യം നടക്കാനാണ് നിങ്ങൾ ഉംറക്ക് വരുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു മുറാദ് നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങളുടെ മകൻ നന്നാകണമെന്ന് നിങ്ങൾക്ക് വിചാരിച്ചുകൂടാ? അങ്ങനെ വിചാരിച്ചാൽ അത് നടക്കുമല്ലോ. ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മകൻ നശിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ ദുആ ചെയ്താൽ നിങ്ങളുടെ മകൻ നശിക്കും, ഉംറക്ക് പോന്നാൽ നിങ്ങളുടെ മകൻ നശിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. എന്നാൽ അതുപോലെ നിങ്ങളുടെ മകൻ നന്നാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തൂടെ? നിങ്ങളുടെ മകൻ നന്നാവുക എന്ന നിയ്യത്തോടു കൂടി നിങ്ങൾക്ക് ഉംറക്ക് വന്നൂടെ? എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു തആല റാഹത്തിലാക്കി തരൂലേ? മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കൂലേ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ആ പ്രിയപ്പെട്ട ഉസ്താദ് ചോദിച്ചു അത്രേ. ആ ഉപ്പ കരഞ്ഞുകൊണ്ട്, ആ പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞുകൊണ്ട് പോയി എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ആ ഉസ്താദ് പറയുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, മക്കളെ ശപിക്കുക അല്ലെങ്കിൽ മക്കളുടെ മോശത്തരത്തിന് വേണ്ടി ഒന്നും നമ്മൾ ചെയ്യരുത്, പറയരുത്. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം നമ്മൾ നിലനിർത്തുക ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗമാണ്. ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവർ, ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം നമസ്കാരത്തെ നിലനിർത്തുക. നമസ്കാരത്തെ നിലനിർത്തുക എന്നത് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര തന്നെ വലിയ തിരക്ക് തന്നാലും, നമുക്ക് എത്ര വലിയ തന്നെ പ്രയാസങ്ങൾ തന്നാലും, എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നു, ഒരുപാട് വേദനകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. ഒരുപാട് ദാരിദ്ര്യം തന്നു, ഒരുപാട് പട്ടിണി തന്നു. പടച്ച റബ്ബേ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നാൽ നമസ്കാരത്തെ നമ്മൾ ഒഴിവാക്കരുതേ. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്സത്താണ് ഉമ്മ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്സത്താണ്, ദീനിന്റെ തൂണാണ് പരിശുദ്ധമായ നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തെ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ പരിശുദ്ധമായ ദീനിനെ പൊളിച്ചു കളഞ്ഞവനാണ്, അല്ലാഹുവിനെ കളിയാക്കിയവനാണ്, ദീനിനെ അവന് പൊളിച്ചു കളഞ്ഞവനാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഒരുപാട് ദാരിദ്ര്യം അല്ലാഹു തആല നമുക്ക് തന്നു, ഒരുപാട് പട്ടിണി തന്നു, ഒരുപാട് പ്രയാസങ്ങൾ തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മളെ കടത്തിവിട്ടാലും അല്ലാഹുവേ, നമസ്കാരം ഒഴിവാക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ, നമസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. ആ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഇസ്സത്താണ്. ആ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഇസ്സത്താണ്. അത് ദീനിന്റെ തൂണാണ്. ആ തൂണ് നമ്മൾ പൊളിച്ചു കളയാൻ പാടില്ല. ആ നമസ്കാരത്തെ നമ്മൾ ഒഴിവാക്കിയാൽ ദീനിന്റെ തൂണിനെ നമ്മൾ പൊളിച്ചു കളഞ്ഞു. ആ നമസ്കാരം നമ്മൾ നിലനിർത്തിയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നമസ്കാരത്തെ, ആ ദീനിന്റെ തൂണിനെ നമ്മൾ നിലനിർത്തി. അതുകൊണ്ട് നമസ്കാരത്തെ നമ്മൾ ഒഴിവാക്കരുത്. ഒരിക്കലും തന്നെ നമുക്ക് ജോലി തിരക്കുണ്ടാകാം, നമുക്ക് യാത്രകൾ ഉണ്ടാകാം, എന്തുമുണ്ടായിക്കോട്ടെ, ഇതെല്ലാം തരുന്നതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തരുത്. അല്ലാഹു തആല ബോധം നൽകട്ടെ. നമസ്കാരത്തെ നമ്മൾ ഒഴിവാക്കരുത്. ഏത് സമയത്ത് നമ്മൾ നമസ്കാരത്തിന്റെ സമയമായാൽ അതിന്റെ സമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഏകദേശം 50ഓളം മിനിറ്റായി അൽഹംദുലില്ലാ നമ്മുടെ പ്രഭാഷണം നമ്മൾ തുടങ്ങിയിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഈ സമയത്ത് നമ്മുടെ പ്രഭാഷണം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അൽഹംദുലില്ലാ നമ്മുടെ ഈ ലിങ്കിൽ വന്ന് കയറി എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ഉണ്ടാകും ഇൽമു കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ ഓരോ ദിവസവും അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ നമ്മുടെ മജ്‌ലിസിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു തആല നന്മ പറയാൻ, ആദ്യം പ്രവർത്തിക്കാൻ, എന്നിട്ട് പറയാൻ,
എന്നിട്ട് മറ്റുള്ളവരേക്ക് പകർന്ന ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കൊള്ളാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم راحماയ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബറകത്തും നീ നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ ചൊല്ലിയതെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ വലിയ നന്മയായി നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ വീട്ടണേ അല്ലാഹ്. എല്ലാവർക്കും നീ രക്ഷ നൽകണേ അല്ലാഹ്. ഒരാളെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ്. ഒരാളെയും നീ വിഷമിപ്പിക്കല്ല അല്ലാഹ്. ഇരുലോക വിജയികളിൽ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ നീ ഞങ്ങളെ പരാജയപ്പെടുത്തിയാൽ അല്ലാഹുവേ പിന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ ഒരാളും തന്നെ ഇല്ല റബ്ബേ. നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങളെ സ്വീകരിക്കാൻ ഒരാളും തന്നെ ഇല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ കൈവിടല്ലേ തമ്പുരാനെ. പടച്ച റബ്ബേ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളെ എല്ലാവിധ നന്മകളെ കൊണ്ടും നീ നിലനിർത്തണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഇസ്സത്തോടു കൂടി ഈമാനോട് കൂടി ദുനിയാവിൽ ജീവിക്കണമല്ലാഹ്. ഞങ്ങൾക്ക് അതിന്റെ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് അതിന്റെ തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ ഈ പുണ്യമായ മജ്ലിസിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്കെല്ലാവർക്കും ആയുരാരോഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. ഈ പുണ്യമായ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടോ റബ്ബേ പടച്ച റബ്ബേ ഇൽമ കേൾക്കുന്നതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമ നീ പ്രദാനമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ നീ അവർക്ക് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ നീ അവരെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ രോഗത്തിൽ കിടത്തല്ല അല്ലാഹ്. മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്ക റബ്ബേ. സാലിഹീങ്ങളായ മക്കളിൽ പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ ഉഖറവിയായ ചിന്തയുള്ള മക്കളിൽ പെടുത്തണേ അല്ലാഹ്. ദുനിയാവിന്റെ കൂട്ടുകെട്ടിനോട് നടന്നിട്ട് ഞങ്ങളുടെ മക്കളിൽ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ലേ തമ്പുരാനെ. ഈ ദുനിയാവിന്റെ മേഖലകളിലൂടെ സഞ്ചരിച്ചിട്ട് മക്കളെ നീ വിഷമിപ്പിക്കല്ല അല്ലാഹ്. തെറ്റിലേക്ക് നടത്തല്ല അല്ലാഹ്. തെറ്റിലേക്ക് നടത്തല്ലേ അല്ലാഹ്. തെറ്റുകളിലേക്ക് കടത്തിവിടല്ലേ അല്ലാഹ്. പടച്ച തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്. പടച്ച റബ്ബേ ക്യാൻസർ പോലെ ട്യൂമർ പോലെ ബ്ലഡ് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബേ. സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, കൂട്ടുകാരുണ്ട് റബ്ബേ. എല്ലാവരും
എല്ലാവരുടെയും പടച്ച റബ്ബേ ഹലാലായ മുറാദുകളെ വീട്ട് റബ്ബേ, അവിടൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഷമീൽ ഷഫീഖ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഖൈർ കൊടുക്ക റബ്ബേ, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അജ്ജു ബിച്ചു എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദുകളെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളിൽ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അനീസ് കെപി എന്ന് പറയുന്ന അക്കൗണ്ടിൽ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ച റബ്ബേ, അവർക്ക് നീ ഖൈർ കൊടുക്ക റബ്ബേ, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ രക്ഷയും നീ കൊടുക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ അവർക്ക് നീ രക്ഷ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഇവിടൊക്കെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കമന്റിലൂടെ അല്ലാതെ റബ്ബേ പടച്ച റബ്ബേ, അല്ലാഹുവേ മജ്ലിസിലിരിക്കുന്ന കമന്റിൽ വരാതെ അല്ലാഹുവേ മജ്ലിസിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെയൊക്കെ എല്ലാവിധ വിഷമങ്ങളും തീർക്കണേ അല്ലാഹ്. സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഇരുലോക വിജയികൾ അവരെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഹുസ്നുൽ ഖാതിമത്ത് നൽകണേ അല്ലാഹ്. സൂഉൽ ഖാതിമത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ മരിച്ചു അല്ലാഹുവേ ഞങ്ങൾ കിടക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നെറ്റിത്തരം ഉയർത്തുകൊണ്ട് കിടക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മഴയില്ലാതെ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ വെള്ളം മുഴുവനും മറ്റ് കുടിവെള്ളം പടച്ച റബ്ബേ മറ്റുള്ള മടക്കിണറ്റിൽ നിന്ന് അല്ലാഹുവേ കൊണ്ടുവരുന്നവരുണ്ട്. പണം കൊടുത്തിട്ട് വെള്ളം കൊണ്ടുവരുന്ന ആളുകളുണ്ട് റബ്ബേ. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മുക്തി നൽകണേ അല്ലാഹ്. ഞങ്ങൾ അങ്ങനെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ വിഷമിപ്പിക്കല്ല അല്ലാഹ്. ദുനിയാവിൽ പ്രയാസങ്ങൾ തന്നിട്ട് ഞങ്ങൾ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ അല്ലാഹുവേ മക്കൾ ഉഖ്റവിയായി വിജയായ ആലിമീങ്ങളിലാകാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ച റബ്ബേ. മക്കൾ ആലിമീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഉഖ്റവിയായ ചിന്തയുള്ള മുത്തഅല്ലിമീങ്ങളെ മക്കളിൽ പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ നല്ല മക്കളാക്കി കൊടുക്ക റബ്ബേ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസ് ഉണ്ടായിരിക്കും. 1:50 ഇൻഷാ അല്ലാഹ് 2 മണിക്ക് തൊട്ട് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് തുടങ്ങും. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മജ്ലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇൽമിന്റെ ഒരു വാഹകരാകാൻ, പ്രചാരകരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.